പുറപ്പാട് അധ്യായം 1. യാക്കോബിനോടുകൂടെ താൻ കുടുംബസഹിതം മിസ്രൈമിൽ വന്ന ഇസ്രായേൽ മക്കളുടെ പേരുകളാവത്: രൂബേൻ, ശിമിയോൻ, ലേവി, യഹൂദ, ഇസ്സാഖാർ, സെബുലൂൻ, ബെന്യാമീൻ, ദാൻ, നഫ്താലി, ഗാദ്, ആശേർ. യാക്കോബിൻ്റെ കിഴക്കുദേശത്ത് നിന്ന് ഉത്ഭവിച്ച ലേഹികളെല്ലാം കൂടെ 70 പേരായിരുന്നു. യോസഫോ മുമ്പേ തന്നെ മിസ്രൈമിലായിരുന്നു. യോസഫും സഹോദരന്മാരെല്ലാവരും ആ തലമുറയൊക്കെയും മരിച്ചു. ഇസ്രായേൽ മക്കൾ സമ്പന്നരായ അത്യന്തം വർദ്ധിച്ച് പെരുകി ബലപ്പെട്ടു. ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. അനന്തരം യോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിലുണ്ടായി. അവൻ തൻ്റെ ജനത്തോട്: ഇസ്രായേൽ ജനം നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാകുന്നു. അവർ പെരുകിയിട്ട് ഒരു യുദ്ധം ഉണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുത് ഈ രാജ്യം വിട്ടുപോയിക്കൊള്ളുവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക. ഇങ്ങനെ കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിചാരകന്മാരെ ആക്കി. അവർ പീതോം, റയംസേസ് എന്ന സംഭാര നഗരങ്ങളെ ഫറവോന് വീണതു. എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. ഇസ്രായേൽ മക്കളെ കൊണ്ട് കഠിന വേല ചെയ്യിച്ചു. കളിമണ്ണും ഇഷ്ടികയും വയലിലെ സകലവിധ വേലയും സംബന്ധിച്ചുള്ള കഠിന പ്രവൃത്തിയാലും അവരെ കൊണ്ട് കാഠിന്യത്തോടെ ചെയ്യിച്ച സകല പ്രയത്നത്താലും അവർ അവരുടെ ജീവനെ കൈപ്പാക്കി. എന്നാൽ മിസ്രൈം രാജാവ് ശിപ്ര എന്നും പൂവ എന്നും പേരുള്ള എബ്രായ സ്തുതികർമ്മിണികളോട്: എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ സ്തുതികർമ്മത്തിന് ചെന്ന് പ്രസവശൈലിയിൽ അവരെ കാണുമ്പോൾ കുട്ടി ആണാവുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലണം, പെണ്ണാവുന്നുവെങ്കിൽ ജീവനോട്ടിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. സ്തുതികർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു. മിസ്രൈം രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോട് രക്ഷിച്ചു. അപ്പോൾ മിസ്രൈം രാജാവ് സ്തുതികർമ്മിണികളെ വരുത്തി: ഇതെന്തൊരു പ്രവൃത്തി! നിങ്ങൾ ആൺകുഞ്ഞുങ്ങളെ ജീവനോട് രക്ഷിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. സ്തുതികർമ്മിണികൾ ഫറവോനോട്: എബ്രായ സ്ത്രീകൾ മിസ്രൈമി സ്ത്രീകളെ പോലെയല്ല, അവർ നല്ല തരമുള്ളവർ. സ്തുതികർമ്മിണികൾ അവർ അടുക്കൽ എത്തും മുമ്പേ അവർ പ്രസവിച്ച് കഴിയുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ദൈവം സ്തുതികർമ്മിണികൾക്ക് നന്മ ചെയ്തു. ജനം വർദ്ധിച്ചു, ഏറ്റവും ബലപ്പെട്ടു. സ്തുതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെടുകൊണ്ട് അവൻ അവർക്ക് കുടുംബവർദ്ധന നൽകി. പിന്നെ ഫറവോൻ തൻ്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിൽ ഇട്ടുകളയണമെന്നും ഏത് പെൺകുട്ടിയെയും ജീവനോടെ രക്ഷിക്കണമെന്നും കൽപ്പിച്ചു.